പ്രിയമുള്ളവരെ, വാസ്തവികം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വസുധാലക്ഷണം അഥവാ ഉത്തമ ഭൂമി ലക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഫലവൃക്ഷങ്ങൾ ധാരാളമായിട്ടുള്ളതും പുഷ്പങ്ങളുണ്ടാകുന്ന ചെടികളും നിരപ്പുള്ളതുമായ ഭൂമി തിരഞ്ഞെടുക്കുന്നതോടുകൂടിയാണ് ഗ്രഹനിർമ്മാണം ആരംഭിക്കുന്നത്. വാസ്തുവിദ്യയിൽ തന്നെ പറയുന്ന ഭൂപരീക്ഷ, ദിശാനിർണയം, ഭൂമിയുടെ വീതിയും നീളവും വയ്ക്കുവാൻ ഉദ്ദേശിക്കുന്ന വീടിൻ്റെ അളവിന് അനുയോജ്യമായി വാസ്തുവിനെ രൂപപ്പെടുത്തിയെടുക്കുക. അതോടൊപ്പം തന്നെ കിണറിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുക. കിഴക്കോട്ട് അല്പം ചായ്വുള്ള ഭൂമിയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്നും ശാസ്ത്രം പറഞ്ഞു വയ്ക്കുന്നു. മാറി വന്ന സാഹചര്യങ്ങളിൽ അല്പക്ഷേത്രങ്ങളിൽ എന്ന് പറഞ്ഞാൽ ചെറിയ വസ്തുവിൽ മേൽപ്പറഞ്ഞ ശാസ്ത്രവിധികൾ പാലിക്കുവാൻ ഏറെ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും വലിയ വിസ്തൃതിയുള്ള ഭൂമിയിൽ ശാസ്ത്രവിധി അനുസരിച്ച് ഗ്രഹനിർമ്മാണം നടത്തിയാൽ അതിൽ വസിക്കുന്നവർക്ക് ഏറ്റവും ഐശ്വര്യമുണ്ടാകുമെന്നും ഉള്ള കാര്യം ഉറപ്പാണ്. ദിശാനുബന്ധിയല്ലാത്ത വീടുകൾ എന്ന് പറഞ്ഞാൽ 4 ദിക്കുകൾ 4 വിധിക്കുകൾ. ഇവയിൽ വിധിക്കുകളിലേക്ക് വയ്ക്കുന്ന വീടുകൾ, സ്ഥാനം തെറ്റിയുള്ള കിണറ്, ഇക്കാര്യങ്ങളൊക്കെ വീട്ടിലെ താമസക്കാർക്കും ഏറെ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നവയാണ്. ഭൂമി ചരിവുള്ളതാണെങ്കിൽ വീട് വയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലം ഇതിനെ വാസ്തുമണ്ഡലം എന്ന് പറയുന്നു. നിരപ്പാക്കി വേണം സ്ഥാനനിർണ്ണയം ചെയ്യുവാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിഴക്കോട്ട് അല്പം ചരിവുള്ള ഭൂമി വീട് വെച്ചാൽ സൂര്യപ്രകാശം നമ്മുടെ ഭൂമിയിൽ നേരിട്ട് പതിച്ചാൽ ഭൂമിയിൽ ഊർജ്ജത്തിൻ്റെ ഉറവിടം സൂര്യനാണല്ലോ. വീടിനായി തിരഞ്ഞെടുക്കുന്ന ഭൂമിയുടെ സമീപത്തായി പ്രദക്ഷിണ വഴിയിൽ നീരൊഴുക്കുണ്ടെങ്കിൽ ആ വീട്ടിലെ താമസക്കാർക്ക് ഏറ്റവും ഐശ്വര്യമുണ്ടാവുകയും അപ്രദക്ഷിണ വഴിയിലാണ് നീരൊഴുക്കെങ്കിൽ ആ വസ്തുവിൽ വീട് വയ്ക്കുവാൻ ശാസ്ത്രവിധിയില്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വളരെ പ്രധാനത്തോടുകൂടി കാണേണ്ട കാര്യം, വീട് വയ്ക്കാനുള്ള ഭൂമിയിലെ ജലത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം വീട് സ്ഥാനനിർണ്ണയം നടത്തുവാൻ എന്ന് ശാസ്ത്രം നിർദ്ദേശിക്കുന്നു. വീട് വയ്ക്കുവാൻ പാടില്ലാത്ത വസ്തുക്കളെ സംബന്ധിച്ച് ഉള്ള വിവരമാണ് ഇനി. 4 കോണുകളും വൃത്തമോ അർദ്ധവൃത്താകൃതിയിലോ ആന, ആമ ഇവയുടെ പുറം പോലുള്ള ഭൂമി വാസയോഗ്യമല്ലെന്ന് വിധിയുണ്ട്. കോൺ തിരിഞ്ഞ ഭൂമിയും ദുർഗന്ധമുള്ള ഭൂമിയും വർജ്യമാകുന്നു. പറമ്പിൻ്റെ കിടപ്പനുസരിച്ച് പേരുകൾ പറയുന്നു. ഇപ്രകാരമാണ്: ഗോവീതി. ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് കാണാമെന്ന് തോന്നുന്നു. അഗ്നിമൂല, താഴ്ന്ന ഭൂമി അഗ്നിവീതി. മൂന്നാമത്തെ യമവീതിയാണ്. ചിത്രത്തിൽ ശ്രദ്ധിക്കുക, തെക്ക് ഭാഗം താഴ്ന്നു കിടക്കുന്ന ഭൂമി ഭൂമിയാണ്, യമവീതിയാണ്. അടുത്തതായി പറയുന്നത് ഭൂതവീതി. 6 വർഷം വരെയാണ് ഇതിനകത്ത് ഐശ്വര്യത്തെ കാണാവുന്നത്. പിന്നുള്ളത് വരണഭൂമിയാണ്. 10 വർഷം ഐശ്വര്യം, ശേഷം ദാരിദ്ര്യമാണ്. ഗജവീതി, അതായത് വടക്ക് വശം താഴ്ന്നത്, ഇത് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നുണ്ട്. വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്ന ഭൂമി ധാന്യവീതി എന്ന് പറയും. ഇതിന് 1000 വർഷം ഐശ്വര്യമാണ് ഇതിന് പ്രദാനം ചെയ്യുന്നത്. അപ്പം ഇതാണ് ഈ വാസ്തുവിദ്യയിൽ നമ്മുടെ ഭൂമി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള മാർഗങ്ങൾ.